അശ്വതി, ഗുഡ് മോർണിംഗ്. ഞാൻ സീതാറാം മിൽദേശത്തിൻ്റെ ആ പുലിമടയിലാണുള്ളത്. അവിടെ പുലിമടയിൽ നമ്മുടെ പുലികളൊക്കെ അങ്ങനെ ഒരുങ്ങുന്നതിൻ്റെ ആ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒപ്പം നമ്മളെ സംഘാടകരുടെ അടുത്ത് ആദ്യം സംസാരിച്ചിട്ടേ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലാ തവണയും കഴിഞ്ഞ തവണയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ പുലികളിലേക്ക് വന്നത് അല്ലേ സീതാറാം മിൽദേശം. ഇതാണ് ഇത്തവണ നമ്മുടെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ കൊല്ലം നമ്മൾ പുലികളിക്ക് ഇറങ്ങുമ്പോൾ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് നമ്മൾ ഈ പുലികളി നേരിടുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ ഇതിന്റെ പ്രയത്നത്തിലാണ്. അതിന്റെ സമാപനം ഇന്ന് നടക്കുന്നത്. അതിഗംഭീരമായി തന്നെ പുലിയിറക്കവും അതുപോലെ പുലിയിറക്കവും നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ചരിത്രത്തിലാദ്യമായി തൃശ്ശൂർ പുലികളിയിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുലികളുടെ പാതകം ഉൾപ്പെടെ ഷൂ ഉൾപ്പെടെയുള്ള വെറൈറ്റി സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി പ്രതീക്ഷിക്കാം. ഇത്തവണ എത്ര പുലികളെ നമ്മൾ കോർപ്പറേഷൻ നിശ്ചയിച്ച പ്രകാരം 35 മുതൽ 51 പുലി വരെയാണ്. നമ്മുടെ സംഘത്തിന് 51 പുലി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഇത്തവണ ഈ ഒരു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം പുലികൾ ഉണ്ടാവുമല്ലേ എന്നുള്ളത് വലിയൊരു ആശങ്കയിലേക്കായിരുന്നു അല്ലേ? അതൊക്കെ ഒരുക്കത്തെ ബാധിച്ചോ? പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങളെ മാത്രമല്ല, പൊതുവെ പുലിക്കളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്ക വന്നത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു മാസത്തോളം ഡിലേ വന്നു. ആ തീരുമാനം വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നിട്ട് ഈ മാറ്റം വന്നത്, തീരുമാനം വന്നത്. പക്ഷെ ആ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. കാരണം ഒന്ന്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ധനസമാഹരണമാണ്. പൈസ വേണം, പൈസ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം നാട്ടുകാരെ മുഴുവൻ കണ്ടുകൊണ്ട് പൈസ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അപ്പം അതിനുള്ളൊരു സമയം വളരെ നഷ്ടപ്പെട്ടു. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ ധാരാളം ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലും നമുക്ക് ഒരു ഡിലേ വന്നു. ഞങ്ങളില്ല, പരിപാടി ഇല്ല എന്നുള്ളൊരു ധാരണ വന്നതിന്റെ പുറത്താണ് പല ടീമുകളും പിൻവാങ്ങിയത്. അപ്പൊ അതിന് മാറ്റം വന്നത് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കലാകാരന്മാരും എവിടെ കളിക്കുന്ന അറിയാതെ കൺഫ്യൂഷൻ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ് മുൻകൂട്ടി പറയില്ലോ. കാരണം കഴിഞ്ഞ വർഷം പങ്കെടുത്ത ടീമുകളുണ്ടാവും, അല്ലാത്ത ഉണ്ടാവും, പല ബന്ധങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതായത് അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഈ മാറ്റം വന്നത്. അവരുള്ള ഉൾപ്പെടുന്ന ടീം ഇല്ല എന്ന് പെട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരാകെ മാറണം. അപ്പൊ മറ്റൊടത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊടത്താണെങ്കിൽ ഓൾറെഡി ആയിണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ടീം ആൾക്കാരെല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. പ്രത്യേകതകൾ പെൺപുലികളൊക്കെ ഇറങ്ങുമോ? വനിതാ പുലികളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് ഉച്ചയോടെ അല്ല 2 മണിയോടെ നമ്മൾ ഇറങ്ങും അല്ലേ? നമ്മൾ കറക്റ്റ് 2:30 ഇവിടുന്ന് ഇറങ്ങണം. കാരണം 5 മണിക്കാണ് ഞങ്ങൾക്ക് ആദ്യം കയറേണ്ടത്. 1-ാം നമ്പറാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് 5 മണിക്ക് കറക്റ്റ് കയറണം. മെയ്യെഴുത്താശാൻ ജോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പ്രസാദ് ഉണ്ട്, 2-3 ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട ആളുകളുണ്ട്. കാഴ്ചകളോട് കാണാം. പുലികൾക്കുള്ള വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പുലിച്ചെരുപ്പ്. കഴിഞ്ഞ തവണ സീതാറാം മിൽദേശമാണ് ആദ്യമായിട്ട് ഇത്തരം പുലിച്ചെരുപ്പിന്റെ ഇത് ഇറക്കിയത്. എത്ര ചെരുപ്പ് ഉണ്ട് ചേട്ടാ? 51 അല്ലേ? ഇതിപ്പോ നമ്മള് ഡിസൈൻ ചെയ്ത് ഇറക്കുകയാണ്. അതെ, 51 ജോഡി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇറക്കിയത് പുലികൾക്ക് ചെരുപ്പ്. അത് ഈ ചെരുപ്പ് വാങ്ങിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. ചൂടാവാൻ പാടില്ലല്ലോ. പണ്ടൊക്കെ ചെരുപ്പിടാതെ കളിച്ചു. അതെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അടിപൊളി അവരുടെ അതെ, അതാണ് ഈ പുലികൾക്കുള്ള ചെരുപ്പാണിത്. നമുക്കിനി മെയ്യെഴുത്തിന്റെ അവിടേക്ക് ഒന്ന് പോകാം. ഇവിടെ അതിരാവിലെ തന്നെ ഈ മെയ്യെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. വളരെ മണിക്കൂറുകൾ എടുക്കുന്ന പ്രോസസ്സാണ് ഈ മെയ്യെഴുത്ത് എന്ന് പറയുമ്പോൾ. ഓരോ പുലികൾക്ക് ഓരോ തരത്തിലുള്ള ചായമിടുന്ന പ്രവൃത്തിയാണ്. അത് വളരെ മണിക്കൂറുകൾ എടുക്കും. ഈ മെയ്യെഴുതിയതൊക്കെ ഉണങ്ങി അതിന്റെ ഒരു മനോഹാരിതയിലെത്താൻ തുടങ്ങിയില്ലേട്ടാ? എപ്പോഴാണ്? രാവിലെ ഒരു 8:30. ഇത് ശരിക്കും ഒരു പുലിക്ക് എത്ര സമയം എടുക്കും? അത് ഉണങ്ങാനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. കോട്ടടിക്കാനും വരയ്ക്കാനും അധികം സമയം വേണ്ട. 4 മണിക്കൂർ 2 മണിക്കൂർ സമയം എടുക്കും പെയിന്റ് ഉണങ്ങാൻ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യം അതിന്റെ ബേസ് ആയിട്ടുള്ള പെയിന്റ്, ഡിസൈനിങ്, അത് 2 മണിക്കൂർ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. നിൽക്കണം. അതാണ് ഇത്തവണ ഏതൊക്കെയും വ്യത്യസ്തമായ നിറങ്ങളുണ്ടോ? ഏതൊക്കെ നിറങ്ങളാണ് സാധാരണ? അത് മഞ്ഞ, ബ്ലാക്ക്, റെഡ്, വൈറ്റ്. ഇതാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്ന കളർ. ഇപ്പോ രാവിലെ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ. നമുക്ക് ഇതാണോ ഉണ്ണിക്കണ്ണൻ? എത്രാമത്തെ പുലിക്കളി? ഞാനൊരു 3-4 പുലി 4-5 പുലിക്കളിയായി. എന്റെ പേര് ഉണ്ണിക്കണ്ണനാണ്. വീട് മംഗൾഡാമെന്നാണ്.
അപ്പൊ ഘടന അറിയാത്ത ഒരാള് ആ ആറാമത്തെ പുലികളിയാണ്. അതെ അതെ അതെ. കഴിഞ്ഞ തവണ ഏത് ദേശത്തിലായിരുന്നു? ഇവിടെ തന്നെയായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ ഫസ്റ്റ് സീതാറാമാണ് എന്നെ വന്നിട്ട് ഇത് സീതാറാമാണ് എന്നെ വിളിച്ച് മലപ്പുറത്ത് പോയത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ പഠിച്ചോ? സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. നമ്മൾ പുലിയായിട്ട് മാറുകയാണ്. പുലിയായിട്ട് മാറുകയാണ്. അതെ അതെ. 2-3 മണിക്കൂർ നിൽക്കേണ്ടി ഉണ്ടാവും. എത്രാമത്തെ വർഷം ഇത്? ഞാൻ ആദിത്യ. ആദ്യത്തെയാണ്. സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. ആദ്യമായിട്ട് ഇത് നമ്മളൊരു ആഗ്രഹത്തിന്റെ മുകളിൽ അതിന് മുകളിൽ ചെയ്യണം. ഇതിന്റെ ഭാഗമാണെന്നുള്ള അല്ലേ? കുറെ നാളായി ആഗ്രഹിക്കുന്നു. ചേട്ടൻ എത്രാമത്തെ ഫസ്റ്റാണോ? എന്താണ് ഈ പുലിയാവാൾ വേഷം കെട്ടാനുള്ള ഒരു ആഗ്രഹം. ആഗ്രഹം? ഇപ്പൊ ഏത് പുലിയായിട്ടാ കെട്ടിക്കുന്നത്? പുലി ഇവിടെയോ? സാധാരണ പുലി നാടൻ പുലി എന്നൊക്കെ പറയുന്നു. പലതരം ഇതുണ്ടല്ലേ. ഇതിലിപ്പോ നാടൻ പുലിയാണ് ആള്. സാധാരണ വായടത്ത് പിടിച്ച പുലികളാണ് പണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വായടത്ത് തന്നെയാണ്. ചെറിയ വയറുകൾക്കനുസരിച്ചാണ് നമ്മൾ പുലി വരയ്ക്കുന്നത്. ഒരുപാട് വർഷമായില്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് വയറ് കുറയാൻ തുടങ്ങിയോ പുലികളുടെ? വയറ് കുറയാന്നുള്ളതല്ല, ഇതിലേക്കുള്ള വരവ് കുറഞ്ഞു തുടങ്ങി പുലിക്കളിക്കാർക്കായിട്ട്. ഇപ്പോ പണ്ടൊക്കെയെന്ന് പറഞ്ഞത് പ്രൊഫഷണൽ അല്ലായിരുന്നു. ഇപ്പൊ പ്രൊഫഷണലാണ്. പണത്തിന് വേണ്ടിയിട്ടുള്ള രീതിയല്ലേ. മറ്റേ ദേശക്കാർ തന്നെയാണ് ഇത് കെട്ടിക്കളിക്കുക. ആ ഒരു മാറ്റമുണ്ട്. ദേശക്കാരാകുമ്പോ ഒരു മത്സര ബുദ്ധിയോടെ അല്ലേ? അതെ അതെ അതെ. ഇതെന്ന് പറഞ്ഞാൽ പണമല്ലേ മുഖ്യം. അതിലേക്ക് മാറിയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ബാക്കി കലാകാരന്റെ ആശങ്കയാണ് അല്ലേ? വർഷമായിട്ട് നമ്മൾ അതെ 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 അതെ. അതുകൊണ്ട് നമുക്ക് ഇത് അതിന്റെ പണ്ട് തലേന്നൊക്കെ വന്നിട്ട് രാത്രി വന്ന് വരച്ചു തുടങ്ങി. ഇപ്പൊ കുറച്ചും കൂടി വൈകിട്ടൊക്കെയാണ് പുലികൾ വരുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ 2 മണി ഒക്കെ ആകുമ്പോഴേക്കും തീരണല്ലോ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. 3-4 മണിക്കൂർ. യെസ് യെസ്. 2-3 സ്റ്റെപ്പായിട്ടല്ലേ വരയ്ക്കുന്നത് നമ്മള്. ഒറ്റ സ്റ്റെപ്പിൽ വരച്ച് തീർക്കില്ല. നിറങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടോ പണ്ടത്തെ? മറ്റേ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? നാടൻ പുലികളല്ലായിരുന്നു പണ്ട്. നാടൻ എന്ന് പറഞ്ഞ ഇതുപോലെ മഞ്ഞയും ഒക്കെ വെള്ളയൊക്കെയുള്ള വരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫ്ലൂറസന്റ് അങ്ങനെയുള്ള കളറുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മാറ്റം വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം പാരമ്പര്യാത്മകമായിട്ടുള്ളത് മാറുമോ എന്നറിയില്ല. എല്ലാവർക്കും സംശയമാണ്. ഇതിങ്ങനെ പെയിന്റ് ഒക്കെ തേച്ച് കഴിയുമ്പോഴേ ചൊറിച്ചിലും ഇതൊക്കെ വരില്ല ഇത് കഴിയുമ്പോൾ? ഇത് അങ്ങനെയല്ലോ. ഒരു ആവേശമല്ല ശരിക്കും. ഇത് പുലിക്കളി എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കിലായാലും ചെയ്യുന്നതായാലും ഒരു ആവേശമാണ്. ഇത് ദേശങ്ങൾ തമ്മിലുള്ള മത്സരം ആ ഒരു സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിലൊക്കെ ഒന്നാണ്. എല്ലാ ദേശങ്ങളും ഒന്നാണ്. പുലികളൊന്നാണ്. ചെറിയ ബുദ്ധിമുട്ടൊക്കെ മറന്ന് ഇതൊക്കെ മറന്നു പോകും ശരിക്കും. അതൊക്കെ ഇത് ചിന്തിക്കുക പോലും ഇല്ലാന്ന്. ആ സമയത്ത് നമുക്ക് ആ മത്സരം മാത്രമാണ്. താളത്തിലങ്ങ് ചൂട് വെച്ച അങ്ങനെ അറിഞ്ഞാൽ മറന്ന് ചവിട്ടി അതാ താളം വരുമ്പോ തന്നെ അവർ മാറും. പുലികളായി മാറിക്കഴിഞ്ഞു. കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? വളരെ കുറച്ച്. അത് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ തന്നെയാണ്. നമ്മൾ വരയ്ക്കുമ്പോഴായാലും നമുക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു തരുന്നവരായിരുന്നു. അവരൊക്കെ കുറെയൊക്കെ പാരമ്പര്യാത്മക, ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ പാരമ്പര്യമായിട്ടുള്ള പുലിക്കളിയുടെ ഒരു മാറ്റം ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുലിക്കളിയെ ബാധിക്കുന്ന വെച്ചാൽ പുലിക്കളിയൊക്കെ പ്രൊഫഷണൽ. ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ. അതായത് ഇപ്പോ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പുലിക്കളി ദിവസം മാത്രമേ പുലികളുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഓൾ വേൾഡ്. ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞ പുലികൾ. അതുപോലത്തെ എല്ലാ ഫംഗ്ഷൻസിനും ആഘോഷങ്ങൾക്കൊക്കെ പുലിക്കളിയായി. ഇപ്പോൾ ആ ഒരു മാറ്റം പാരമ്പര്യമല്ലല്ലോ ശരിക്കും പറയാൻ. ഇപ്പോൾ കഥകളിയെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ അതിന്റെ ചെറിയ ട്രഡീഷനൊക്കെ മാറി ഒക്കെ ചെയ്യേണ്ടി വരും. മാറ്റങ്ങളുണ്ട് ശരിക്കും. പുലിക്കളിയുടെ ആ ട്രഡീഷണൽ രീതി എല്ലാ കലകളിലും കാണുന്ന പോലെ തന്നെ പുലിക്കളിയിലും കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പുലിക്കളി ട്രഡീഷണൽ ആവണം. ആയേ തീരൂ. അല്ലെങ്കിൽ വരക്കാരനും മാറും, പുലിയും മാറും, അവരുടെ സ്വഭാവവും മാറും. ചിലപ്പോൾ കൈമാറേണ്ട ഒരു പാരമ്പര്യം. തീർച്ചയായിട്ടും. അതിപ്പോ നമുക്ക് അറിയാലോ. നേരത്തെ മത്സരങ്ങള് മാറ്റി എന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ അവിടെ കണ്ടു കഴിഞ്ഞു. എല്ലാ സംഘങ്ങളും കൂടി അത് പ്രതിഷേധിച്ചു. അതൊക്കെ ഒരു മാറ്റങ്ങൾ. ഇപ്പൊ കുമ്മാട്ടിക്കളയിലും പുലിക്കളയിലും ഒരു വർഷം നടന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ആണ് ബുദ്ധിമുട്ട് ശരിക്കും. നടത്തുന്നവരെക്കാൾ ഉപരി ഇത് കാണാൻ കാഴ്ചക്കാർ ഒരുപാടുണ്ടല്ലോ. തൃശ്ശൂരുകാരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണത്. തീർച്ചയായിട്ടും. ഇപ്പൊ പൂരം കഴിഞ്ഞാൽ സെക്കൻഡ് പുലിക്കളിയാണ്. അതില്ലെങ്കിൽ തൃശ്ശൂരില്ലല്ലോ. സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്ന തൃശ്ശൂർ തനിമകളിലൊക്കെ ഈ പുലികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. വയറുള്ളവർക്ക് ഏറ്റവും ഡിമാൻഡുള്ള സമയമാണ് പുലിക്കളി. അതെ അതെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. കാലഘട്ടത്തിൽ വയറ് കുറയ്ക്കാൻ വേണ്ടി പാടുപെടുന്ന ജനത്തിന് ഇപ്പൊ ഇന്നത്തെ ദിവസം വയറിലോടുക്കാണ് ഡിമാൻഡ്. ഒരു ഭയങ്കര പ്രത്യേകത. വയറുള്ളവരുടെ ദിവസമാണെന്ന്. വയറ് വേണം ധരിക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും. ഒരു മാറ്റമുണ്ടല്ലോ. അപ്പോ
പല പുലികളും പല വ്യത്യസ്തമായ രൂപത്തിലുള്ള പുലികള്. ചേട്ടൻ എന്താ ആദ്യം എത്രാമത്തെ തവണയാണ്? അഞ്ച്. എങ്ങനെ കഴിഞ്ഞ തവണ ഈ സീതാറാം മില്ലിൽ തന്നെയായിരുന്നു? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടില്ല. ഇതെന്താ നമ്മളൊരു പാഷനായിട്ടുണ്ടോ, താല്പര്യം കൊണ്ടാണ്? ആണ് താല്പര്യം. അത് തൃശ്ശൂർ മണ്ണിലേക്കൊരു താല്പര്യം. സത്യം നാട് ഇവിടെ തന്നെയാണോ? ആ, പുതുക്കാട്. പുതുക്കാടാണ്. അപ്പൊ തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളും പുലികളിൽ ഇല്ലേ? ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ പിടിച്ച് നിക്കലല്ലേ? അതെ, അത് ഉണങ്ങണ വരാ. നമ്മൾ കാണുന്നത്ര ഈ പുലികളിയുടെ ആ താളത്തിന്റെയും ആ ഒരു ചുവടിന്റെയും ആ ഒരു ഭംഗിയൊക്കെ അതിനൊക്കെ അടിസ്ഥാനം ഇവരുടെ ഈ വർണ്ണാഭമായ ഈ മേക്കപ്പാണ്. അത് ഏറെ സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മെയ്യെഴുത്ത് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഏതു തരത്തിലുള്ള പുലികളാവണം, കരിമ്പുലി വേണോ അതോ വർണ്ണപ്പുലി വേണോ, മറ്റു തരത്തിലുള്ള വ്യത്യസ്ത ഡിസൈനുള്ള പുലി വേണോ എന്നുള്ളതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുലികളുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പം എന്താണെങ്കിലും പുലികളുടെ ഒരുക്കങ്ങൾ സീതാറാം മില്ല് ദേശത്തിപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇത്തവണ